Good evening, all. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ ലീനിയർ ഓൾജിബ്രയിൽ ഏഗൻ വാല്യൂസ് ആണ് ഏഗൻ വെക്ടേഴ്സ് ആണ് ഒരു മെട്രിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണെന്ത് ഏഗൻ വാല്യൂസ്. അതിനെ ലാംഡ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ ലാംഡ അറിയാമെങ്കിൽ ആ മെട്രിക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് എ വെക്ടർ ഈക്വൽ ടു എന്തായിരിക്കും? ആ സ്കാലാർ ക്വാണ്ടിറ്റി ലാംഡ മൾട്ടിപ്ലൈഡ് വിത്ത് സെയിം വെക്ടർ ആയിരിക്കും. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും? ഒരു നോൺ യുണീക്ക് വാല്യൂ ആയിരിക്കും. എന്താണ് എക്സ് എന്ന് പറയുന്നത്? നോർമലി പ്രൊപ്പോർഷണൽ ക്വാണ്ടിറ്റി പോലെ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ എ എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ ആ 2x2 മെട്രിക്സിന് രണ്ട് ഏഗൻ വെക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? x1 x2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഒറിജിനൽ മെട്രിക്സ് എ 2x2 മെട്രിക്സ് ആണെങ്കിൽ അതിന് എത്ര ഏഗൻ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാം? λ1 λ2 രണ്ട് ഏഗൻ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാം. λ1ന് കറസ്പോണ്ടിങ് ഒരു x1 x2 വാല്യൂ കിട്ടും. λ2ന് കറസ്പോണ്ടിങ് ഒരു x1 x2 കിട്ടും. ആ x1 x2 വാല്യൂസ് സെയിം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, ഡിഫറെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് വരാം. നോർമലി x1 x2 എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ x1 ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് k1 ആണെങ്കിൽ x2 ഈക്വൽ ടു അതിന്റെ ഏത് മൾട്ടിപ്പിൾ വേണമെങ്കിലും ആകാം. ആ ഫോമിൽ വരാം. അല്ലെങ്കിൽ ചില കേസിൽ x1 x2 എന്തായിരിക്കാം? സെയിം, അല്ലെങ്കിൽ ഒരു ഒറ്റ വാല്യൂ അല്ലെങ്കിൽ ഒരു സിംഗിൾ വാല്യൂസ് മാത്രം വരാം. അന്നേരം ഏഗൻ വാല്യൂസ് ലാംഡ യുണീക്ക് വാല്യൂസ് ആയിരിക്കും. ഒരു മെട്രിക്സിന് λ1 λ2 എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ഒരിക്കലും ആ ഫിക്സ്ഡ് വാല്യൂ അല്ലാണ്ട് ഇപ്പൊ 1 2 ആണ് ഒരു 2x2 മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് എങ്കിൽ എല്ലാ കേസിലും അതിന്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? 1 2 ആയിരിക്കും. പക്ഷെ ആ ഏഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ഏഗൻ വെക്ടേഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പ്രൊപ്പോർഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് വരാം. അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ആയിരിക്കും. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ആ സ്കാലാർ ക്വാണ്ടിറ്റി ലാംഡ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു. ഒരു മെട്രിക്സ് തന്നാല് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ടൈംസ് ഐഡന്റിറ്റി മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്യുന്നു. ആ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താല് ആ 0 എന്ന് പറഞ്ഞ ഇക്വേഷൻസിന്റെ റൂട്ട്സ് ആയിരിക്കും എന്ത്? കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂസ്. ഈ ഇക്വേഷൻ നമ്മൾ എന്തെന്ന് പറഞ്ഞു? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞു. ആ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ റൂട്ട്സ് ആയിരിക്കും കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂസ്. ആ ഏഗൻ വാല്യൂസ് കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കറസ്പോണ്ടിങ് ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാം ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് λ1 λ2 എക്സെട്ര λn വരെ ആണെങ്കിൽ ഓരോ ലാംഡ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന് കറസ്പോണ്ടിങ് ഏഗൻ വെക്ടേഴ്സ് കിട്ടും. നെക്സ്റ്റ് ആയിട്ട് ഏഗൻ വാല്യൂസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞായിരുന്നു. ഇതിൽ കുറച്ച് പ്രോപ്പർട്ടീസ് മാത്രമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതായിരുന്നു: ഒരു മെട്രിക്സിന്റെയും അതിന്റെ ട്രാൻസ്പോസിന്റെയും ഏഗൻ വാല്യൂസ് ഓൾവേസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു ട്രയാങ്കുലർ മെട്രിക്സിന്റെ അല്ലെങ്കിൽ ഒരു ഡയഗണൽ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് ഓൾവേസ് എന്തായിരിക്കും? ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. അപ്പർ ഓർ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ അല്ലെങ്കിൽ ഒരു ഡയഗണൽ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തായിരിക്കും? അതിന്റെ ഡയഗണൽ എലമെന്റ്സ് തന്നെ ആയിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂസ്. ഓക്കെ, അത് രണ്ടും മൂന്നും പ്രോപ്പർട്ടി പറയാം. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഒരു ഐഡം പൊട്ടന്റ് മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ എയ്തർ 0 ആയിരിക്കും അല്ലെങ്കിൽ യൂണിറ്റി ആയിരിക്കും. ഐഡം പൊട്ടന്റ് മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഐഡം പൊട്ടന്റ് മെട്രിക്സില് എ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. എ സ്ക്വയർ ഈക്വൽ ടു എ തന്നെ ആയിരിക്കും. ആ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസിന്റെ വാല്യൂ എന്തായിരിക്കും? എയ്തർ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. അങ്ങനെ വരാൻ റീസൺ ആക്ച്വലി ഈ പ്രോപ്പർട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പ്രോപ്പർട്ടി എന്ന് വെച്ചാല് ഒരു മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് λ1 λ2 എക്സെട്ര അപ് ടു λn ആണെങ്കിൽ ഒരു n/n മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് λ1 to λn വരെ ആണെങ്കിൽ കറസ്പോണ്ടിങ് a⁻m എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? ഓരോ ഏഗൻ വാല്യൂസും റേസ് ടു എന്തെടുത്താൽ മതി? പവർ m എടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ
എന്ന് പറഞ്ഞൊരു 2x2 മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് 1,2,3 ആണെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും 2,4,9 ആയിരിക്കും. ഇത് എവിടുന്നാണ് കിട്ടിയത്? എയുടെ ഏഗൻ വാല്യൂസ് λ1, λ2, λ3 ആണെങ്കിൽ എ സ്ക്വയറിന്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും λ1² λ2², λ3² ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഐഡംപൊട്ടന്റ് മെട്രിക്സിലെ എ സ്ക്വയർ ഈക്വൽ ടു എ ആയിരിക്കും. ദർഫോർ നമുക്ക് പറയാം ലാംഡയാണ് എ എന്ന് പറയുന്ന മെട്രിക്സ് എങ്കിൽ കറസ്പോണ്ടിങ് എ സ്ക്വയറിന്റെ ഏഗൻ വാല്യൂ എന്തായിരിക്കും λ² ആയിരിക്കും. ഈ ലാംഡ ലെഫ്റ്റിൽ വന്നാൽ എന്തായിട്ട് മാറും λ² മൈനസ് ലാംഡ ആയിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും 0 ആയിരിക്കും. ഇവിടെ ലാംഡ എന്താണ് കോമൺ ഫാക്ടർ ആണ്. ദർഫോർ ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ഈക്വൽ ടു 0 ആയിരിക്കും. ദർഫോർ ഇത് 0 ആകണമെങ്കിൽ either ഓഫ് ദ നമ്പർ എന്തായിരിക്കണം 0 ആയിരിക്കണം. ദർഫോർ നമുക്ക് കിട്ടും ലാംഡ ഈക്വൽ ടു 0 ഓർ ലാംഡ ഈക്വൽ ടു എന്ത് കിട്ടും 1 കിട്ടും. ദർഫോർ ഓർത്തിരിക്കുക, ഒരു ഐഡം പൊട്ടന്റ് മെട്രിക്സിന്റെ അല്ലെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തരുന്ന ഒരു മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും either 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, ഫോർ ഫിഫ്ത്ത് പ്രോപ്പർട്ടി ഓൾറെഡി 249 പകരം 149 അല്ലേ? 1 സ്ക്വയർ അങ്ങനെയല്ലേ? സോറി ഇവിടെ 2 അല്ല സ്ക്വയർ 149. താങ്ക് യു. അതെ. ഓക്കെ, ഒരു 149 ആയിരിക്കും കറസ്പോണ്ടിങ് എ സ്ക്വയറിന്റെ ഏഗൻ വാല്യൂസ്. ഓക്കെ, ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. നമ്മൾ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് പഠിച്ചായിരുന്നു. എ സ്ക്വയർ ഈക്വൽ ടു ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണെങ്കിൽ അതെന്തായിരിക്കും എ ഈക്വൽ ടു ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഒരു മെട്രിക്സിന്റെ സ്ക്വയർ ഐഡന്റിറ്റി മെട്രിക്സ് തന്നാൽ ആ മെട്രിക്സിനെ നമുക്ക് എന്തെന്ന് പറയാം ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറയാം. ദർഫോർ ഇവിടെ നമുക്ക് പറയാം λ². എ സ്ക്വയറിന്റെ കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂ എന്തായിരിക്കും λ² ആയിരിക്കും. ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും 1 ആയിരിക്കും. കാരണം എന്താണ് ഓൾവേസ് ഒരു ഡയഗണൽ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് ഈക്വൽ ടു ഇറ്റ്സ് ഡയഗണൽ എലമെന്റ്സ് തന്നെ ആയിരിക്കും. ഒരു ഡയഗണൽ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് ഈക്വൽ ടു എന്തായിരിക്കും ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. ദർഫോർ എ സ്ക്വയറിന്റെ ഏഗൻ വാല്യൂ λ² ആയിരിക്കും. ദർഫോർ അതെന്തായിരിക്കും 1 ആയിരിക്കും. ദർഫോർ നമുക്ക് പറയാം ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് പറയാം, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് √1 എന്ന് പറയാം. ദർഫോർ ആൻസർ എന്തായിരിക്കും ഒരു ഇൻവല്യൂട്ടറി മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് എയ്തർ +1 ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും -1 ആയിരിക്കും, അല്ലെങ്കിൽ പറയാം യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആണെന്ന് പറയാം. ഒരു ഇൻവല്യൂട്ടറി മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ, ഇതിന്റെ പറഞ്ഞ പേരെന്താണ് ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്നാണ്. എ സ്ക്വയർ ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ഐഡം പൊട്ടന്റ് മെട്രിക്സ് ആയിരിക്കും. വീണ്ടും നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ഓർത്തോഗണൽ മെട്രിക്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഒരു മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസും മൾട്ടിപ്ലൈ ചെയ്താല് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയാൽ ആ മെട്രിക്സിനെ നമുക്ക് എന്തെന്ന് പറയാം ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഒരു ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം ഒരു മെട്രിക്സിന്റെയും അതിന്റെ ട്രാൻസ്പോസിന്റെയും ഫസ്റ്റ് പ്രോപ്പർട്ടി ഒരു മെട്രിക്സിന്റെയും അതിന്റെ ട്രാൻസ്പോസിന്റെയും ഏഗൻ വാല്യൂ സെയിം ആയിരിക്കും. ദർഫോർ ഇവിടെ നമുക്ക് എന്ത് കിട്ടും λ² ഈക്വൽ ടു I കിട്ടും. സോറി λ² ഈക്വൽ ടു 1 കിട്ടും. ദർഫോർ ലാംഡ ഈക്വൽ ടു എന്തായിരിക്കും പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. ദർഫോർ ഓർത്തിരിക്കുക, ഒരു ഇൻവല്യൂട്ടറി മെട്രിക്സിന്റെയും ഒരു ഓർത്തോഗണൽ മെട്രിക്സിന്റെയും ഏഗൻ വാല്യൂസ് ഓൾവേസ് എന്തായിരിക്കും യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. ഓക്കെ, സിക്സ് പ്രോപ്പർട്ടി ഓൾറെഡി പറഞ്ഞു. ഒരു മെട്രിക്സിന്റെ പ്രോഡക്റ്റ് ഓഫ് ദ ഏഗൻ വാല്യൂസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. സം ഓഫ് ദ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും സം ഓഫ് ദ എലമെന്റ്സ് ഇൻ ദ പ്രിൻസിപ്പൽ ഡയഗണൽ ആയിരിക്കും, അല്ലെങ്കിൽ ട്രേസ് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. ട്രേസ് ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സം ഓഫ് ദ ഡയഗണൽ എലമെന്റ്സ് ആണ്. സെവന്ത് പ്രോപ്പർട്ടിയാണ് മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ ലാംഡ ഇസ് ദ ഏഗൻ വാല്യൂ ഓഫ് എ നോൺ സിംഗുലർ മെട്രിക്സ്. എന്തുകൊണ്ടാണ് നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞത്? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള മെട്രിക്സ് ആണെന്ത് നോൺ സിംഗുലർ മെട്രിക്സ്. ഡിറ്റർമിനന്റ് എന്തായിരിക്കണം നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മെട്രിക്സിന് എന്തെന്ന് പറയാം
നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഒരു നോൺ സിംഗുലർ മെട്രിക്സില് എന്തായാലും എല്ലാ ഐഗൻ വാല്യൂസും എന്തായിരിക്കും? നോൺ സീറോ വാല്യൂ ആയിരിക്കും. അതിന് റീസൺ എന്താണ്? തൊട്ട് മുന്നത്തെ പ്രോപ്പർട്ടിയാണ്, പ്രോഡക്റ്റ് ഓഫ് ദ ഐഗൻ വാല്യൂസ് ആണെന്ത്? ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ്. Therefore, അറ്റ്ലീസ്റ്റ് വൺ ഐഗൻ വാല്യൂ സീറോ ആയാലും പ്രോഡക്റ്റ് എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ ആയിട്ട് മാറും. Therefore, സെവൻത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എല്ലാ ഐഗൻ വാല്യൂസും നോൺ സീറോ ആയിട്ടുള്ള കേസിൽ. എല്ലാ ഐഗൻ വാല്യൂസും നോൺ സീറോ ആണെങ്കിൽ നമുക്ക് പറയാം എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ കറസ്പോണ്ടിങ് എ ഇൻവേഴ്സിന്റെ ഐഗൻ വാല്യൂ റെസിപ്രോക്കൽ ഓഫ് ദ ഐഗൻ വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ ലാംഡ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറഞ്ഞൊരു മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ 5 ആണെന്നിരിക്കട്ടെ, സോറി 5,2 ആണെന്നിരിക്കട്ടെ. ഒരു 2/2 മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് 5,2 ആണ്. അവർ ക്വസ്റ്റ്യൻ ചോദിക്കും ദെൻ വാട്ട് ഈസ് ദ ഐഗൻ വാല്യൂ ഓഫ് എ ഇൻവേഴ്സ് എന്ന് ചോദിക്കും. എ ഇൻവേഴ്സിന്റെ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? 1/5, 1/2 ആയിരിക്കും. അത് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അന്നേരം ഈ സ്റ്റേറ്റ്മെന്റ് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത പോയിന്റ്, if lambda is an eigenvalue of orthogonal matrix, then 1 by lambda is also its eigenvalue. അതിന് റീസൺ എന്താണ്? ഓൾറെഡി പറഞ്ഞു, ഒരു എന്താണ് ഓർത്തോഗണൽ മെട്രിക്സില് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തായിരിക്കും? ഐ ആയിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞു എയും ഒരു സിമിലർ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താല് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയാൽ അതിന്റെ മീനിങ് എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇൻവേഴ്സ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് ആയിരിക്കും. എ ട്രാൻസ്പോസിന് നമുക്ക് എന്തെന്ന് പറയാം? എ ഇൻവേഴ്സ് എന്ന് പറയാം. ഇനി നമുക്കറിയാം എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ കറസ്പോണ്ടിങ് എ ട്രാൻസ്പോസിന്റെയും ഏഗൻ വാല്യൂ എന്തായിരിക്കണം? ലാംഡ ആയിരിക്കണം. പക്ഷെ ഇവിടുന്ന് നമുക്ക് കിട്ടും എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താണ്? എ ഇൻവേഴ്സ് ആണ്. Therefore, എയുടെ ഏഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ കറസ്പോണ്ടിങ് എ ഇൻവേഴ്സിന്റെ ഏഗൻ വാല്യൂ എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ ലാംഡ ആയിരിക്കും. Therefore, ഒരു ഓർത്തോഗണൽ മെട്രിക്സില് ലാംഡ ഒരു ഏഗൻ വാല്യൂ ആണെങ്കിൽ അതിന്റെ മറ്റൊരു ഏഗൻ വാല്യൂ എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ ലാംഡ ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ റീസൺ എന്താണ്? ഒരു ഓർത്തോഗണൽ മെട്രിക്സില് ആ മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസും മൾട്ടിപ്ലൈ ചെയ്താല് ഐ കിട്ടണം. Therefore, ഇവിടുത്തെ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തായിരിക്കും? ഒറിജിനൽ മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ ആ എ ഇൻവേഴ്സിന്റെ ഏഗൻ വാല്യൂ എന്തായിരിക്കണം? 1 ഡിവൈഡഡ് ബൈ ലാംഡ ആയിരിക്കണം. ആ പർട്ടിക്കുലർ റീസൺ കാരണം ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ഓൾവേസ് ലാംഡ ഒരു ഏഗൻ വാല്യൂ ആണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ ലാംഡ എന്തായിരിക്കും? അനദർ ഏഗൻ വാല്യൂ ആയിരിക്കും. അതാണ് 8th പ്രോപ്പർട്ടി. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് പ്രോപ്പർട്ടി ഓൾറെഡി പറഞ്ഞു, ഒരു മെട്രിക്സിനെ ഏത് പവർ ആയിട്ട് എഴുതിയാലും കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂസ് എന്തായിട്ട് മാറും? സെയിം പവർ ആയിട്ട് മാറും. അതുകൊണ്ട് റിലേറ്റ് ചെയ്തിട്ട് എല്ലാ പ്രോപ്പർട്ടീസും റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർട്ടീസിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ഓക്കെ, എന്നാലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? 3/3 മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് കാണുന്നുണ്ടെങ്കിൽ ലാംഡ ഒരു ഐഗൻ വാല്യൂ 1 ബൈ ലാംഡ എന്ന് പറഞ്ഞു. അപ്പൊ തേർഡ് വല്ല റിലേഷൻ ഉണ്ടോ? തേർഡ് ഐഗൻ വെക്ടർ ഓക്കെ, അതൊന്നുകൂടെ പറയാം. ആക്ച്വലി ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഞാൻ ഓൾറെഡി ഫൈൻഡ് ചെയ്തായിരുന്നു. ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ ഓൾവേസ് എന്തായിരിക്കും? +or-1 ആയിരിക്കും. നമുക്കറിയാം 1 ഒരു ഐഗൻ വാല്യൂ ആണെങ്കിൽ 1/1 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1 തന്നെ കിട്ടും. -1 ഒരു ഐഗൻ വാല്യൂ ആണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ -1 എന്ത് തന്നെ കിട്ടും? -1 തന്നെ കിട്ടും. എല്ലാ കേസിലും ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് either +1 അല്ലെങ്കിൽ -1 ആയിരിക്കും. ഓക്കെ, ഈ 1 അല്ലെങ്കിൽ -1 വരുള്ളൂ അല്ലേ? അതെ, 1 ആൻഡ് -1 വരത്തോളൂ. ഓക്കെ, എയ്ത്ത് പ്രോപ്പർട്ടി ഒന്നുകൂടി പറയൂ. എയ്ത്ത് പ്രോപ്പർട്ടി ഒന്നുകൂടി പറയാം. ഓക്കെ, 8th പ്രോപ്പർട്ടി പറയുന്നതിന് മുന്നേ നമുക്കറിയാം എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ എ ഇൻവേഴ്സിന്റെ ഏഗൻ വാല്യൂ എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ ലാംഡ ആയിരിക്കും.
ഇനി ഓർത്തോഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത നമുക്കറിയാം. ആ മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. ഇനി ഈ എന്താണ് മെട്രിക്സിന് അതിന്റെ കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്താൽ, മെട്രിക്സിന് അതിന്റെ കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്താൽ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെയും എ ട്രാൻസ്പോസിന്റെയും ഏഗൻ വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എയുടെ ഏഗൻ വാല്യൂ എ ട്രാൻസ്പോസിന്റെ ഏഗൻ വാല്യൂ സെയിം ആയിരിക്കണം. പക്ഷേ എ ട്രാൻസ്പോസ് ഇവിടെ എന്തുമായിരിക്കണം? ഇൻവേഴ്സും ആയിരിക്കണം. അന്നേരം ഇൻവേഴ്സ് ആണെങ്കിൽ എയുടെ ഏഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ എ ഇൻവേഴ്സിന്റെ ഏഗൻ വാല്യൂ എന്തായിരിക്കണം? 1/λ ആയിരിക്കണം. ഈ രണ്ട് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾവേസ് ഒരു ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ എന്തായിരിക്കണം? +or-1 ആയിരിക്കണം. അന്നേരം ഇവിടെ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് തന്നെയാണ് അതിന്റെ ഇൻവേഴ്സ്. അതുകൊണ്ടാണ് നമുക്ക് ലാംഡയുടെ റെസിപ്രോക്കൽ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ലാംഡയുടെ റെസിപ്രോക്കലായ 1/λ അതിന്റെ കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂ ആയത്. അന്നേരം ഇവിടെ ഓൾറെഡി മാഗ്നിറ്റ്യൂഡ് എന്താണ്? എയ്തർ +1 അല്ലെങ്കിൽ -1 ആണ്. +1 ആണെങ്കിലും -1 ആണെങ്കിലും അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും? എയ്തർ +1 അല്ലെങ്കിൽ -1 തന്നെ ആയിരിക്കും. അന്നേരം ആ രണ്ട് പ്രോപ്പർട്ടീസ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എയുടെയും എ ട്രാൻസ്പോസിന്റെയും ഏഗൻ വാല്യൂസ് പരസ്പരം റെസിപ്രോക്കലും ആയിരിക്കും. അതുപോലെ ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? യൂണിറ്റ് മാഗ്നിറ്റ്യൂഡും ആയിരിക്കും. ഓക്കെ, 1 -1 അല്ലാണ്ട് ഒരിക്കലും വേറൊരു എന്താണ് ഇന്റിജർ വാല്യൂസും ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് ആയിട്ട് വരത്തില്ല. എല്ലാ കേസിലും എന്തായിരിക്കും? either 1 അല്ലെങ്കിൽ -1 ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരണമെങ്കിൽ ഓൾവേസ് എന്തായിരിക്കണം? ആ 1ന്റെയും -1ന്റെയും റെസിപ്രോക്കൽ തന്നെയാണ് 1 -1 എന്ന് പറഞ്ഞാൽ ഓർത്തോഗണൽ മെട്രിക്സില് ലാംഡ ഏഗൻ വാല്യൂ ആണെങ്കിൽ 1/λ എന്ത് തന്നെ ആയിരിക്കും? ഏഗൻ വാല്യൂ തന്നെ ആയിരിക്കും. കാരണം ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസും എന്തായിരിക്കും? പരസ്പരം ഇൻവേഴ്സസ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ലാസ്റ്റ് സ്ലൈഡ് ഒന്നുകൂടി കാണിക്കോ? ലാസ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ, ലാസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് λ1 എക്സെട്ര അപ് ടു λn ആണെങ്കിൽ കറസ്പോണ്ടിങ് a⁻m ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? ഓരോ ഏഗൻ വാല്യൂസിനെയും ആ പവർ ആയിട്ട് എഴുതിയാൽ മതി. 1, 2, 3 ആണെങ്കിൽ ഞാൻ പറഞ്ഞു A² എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? 1² 2² 3² ആയിരിക്കും. A³ ഏഗൻ വാല്യൂസ് ചോദിച്ചാലോ 1³ 2³ 3³ ആയിരിക്കും. ഓക്കെ ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു മെട്രിക്സ് തന്നിട്ട് അതിന്റെ ഏഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, ഏഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ഏഗൻ വെക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് MCQ ആയതുകൊണ്ട് ഒരു മെട്രിക്സ് തന്നിട്ട് 4 ഓപ്ഷൻസ് തരും. ആ 4 ഓപ്ഷൻസ് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച 2 പ്രോപ്പർട്ടീസ് യൂസ് ചെയ്താൽ മതി. ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ്? പ്രോഡക്റ്റ് ഓഫ് ദ ഏഗൻ വാല്യൂസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. തിരിച്ച് സം ഓഫ് ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? സം ഓഫ് ഏഗൻ വാല്യൂസ് ഈക്വൽ ടു ട്രേസ് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. അന്നേരം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണോ അതായിരിക്കും കറക്റ്റ് ആൻസർ. ഇപ്പം ഒരു 3/3 മെട്രിക്സ് വന്നാല് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിറ്റർമിനന്റ് ഓഫ് A-λ ആയി യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ കുറെ ടൈം എടുക്കും. അതിന് പകരം രണ്ട് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്താൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൻസർ മാത്രമായിരിക്കും, ഒരൊറ്റ ഓപ്ഷൻ മാത്രമായിരിക്കും അങ്ങനെ തരുന്നത്. അതായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് ഞാൻ സോൾവ് ചെയ്യുന്നില്ല. ഏഗൻ വെക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഒരു പ്രോബ്ലം വരുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എൻഡ് ചെയ്ത പോർഷൻ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് എന്താന്നുള്ള കോൺസെപ്റ്റ് ചെയ്യുന്നായിരുന്നു. എന്തായിരുന്നു ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ്? ഏതൊരു 0 അല്ലെങ്കിൽ പ്യുവർ ഇമാജിനറി ആയിരിക്കും. പ്യുവർ ഇമാജിനറി എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ പാർട്ട് 0 ആയിരിക്കും. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വരാൻ പറഞ്ഞിരുന്നു. സ്ക്യൂ സിമെട്രിക്കിന് പകരം സിമെട്രിക് ആണെങ്കിൽ അതിന്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ പ്യുവർ ഇമാജിനറി അല്ലെങ്കിൽ 0 ആയിരിക്കും. തിരിച്ച് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അതിന്റെ ഏഗൻ വാല്യൂസ് സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഏഗൻ വാല്യൂസ് എന്തായിരിക്കും?
എയുടെ സിമെട്രിക് മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ തന്നെയായിരിക്കും. അങ്ങനെ ആണെങ്കിൽ അതിന്റെ eigen value of A transpose equal to eigen value of A. അതെ, ഏഗൻ വാല്യൂ ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഏഗൻ വാല്യൂ ഓഫ് എ ട്രാൻസ്പോസ് എന്ത് തന്നെയായിരിക്കും? എയുടെ ഏഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ എ ട്രാൻസ്പോസിന്റെ ഏഗൻ വാല്യൂ ലാംഡ ആയിരിക്കും. ദെർഫോർ ലാംഡ ഈക്വൽ നമുക്ക് എന്തെന്ന് കിട്ടും? ലാംഡ എന്ന് കിട്ടും. ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഓൾവേസ് ലാംഡ വാല്യൂസ് എന്തായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. എന്തായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. എത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയിരിക്കും. എ ട്രാൻസ്പോസിന്റെയും എയുടെയും ഏഗൻ വാല്യൂസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദെർഫോർ രണ്ട് ഇക്വേഷൻസ് ഈക്വൽ ആയിട്ട് വരണമെങ്കിൽ അത് രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കേസിൽ അത് രണ്ടും എന്തായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. റിയൽ നമ്പേഴ്സിൽ മാത്രമായിരിക്കും എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്തത്. ഒരു സെയിം ക്വസ്റ്റ്യൻ സ്ക്യൂ സിമെട്രിക്കിന് പകരം സിമെട്രിക് ആണെങ്കിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, ഓൾവേസ് റിയൽ ആയിരിക്കും. ഓക്കെ, ഇതിൽ ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. ഓക്കെ, തിരിച്ച് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൽ ഇത് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അതിലെ എന്താണ് എലമെന്റ്സ് ഏതർ സീറോ ആയിരിക്കണം, ലാംഡ ഏതർ സീറോ ആയിരിക്കണം, ഓർ എന്തായിരിക്കണം? ഐ ടൈംസ് കോൺസ്റ്റന്റ് ഫോർമാറ്റിലായിരിക്കണം. ആൽഫ പ്ലസ് ഐ ബി ടി അല്ല, റിയൽ പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ദെർഫോർ അതെന്തായിരിക്കണം? ഒരു പ്യുവർ ഇമാജിനറി ഏഗൻ വാല്യൂ ആയിരിക്കണം. എക്സാമ്പിൾ നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 3/3 മെട്രിക്സ് തരുന്നു. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഈ 3/3 മെട്രിക്സിന്റെ ഒരു ഏഗൻ വാല്യൂ 5 ടൈംസ് ഐ ആണെന്ന് പറയുന്നു. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് ക്വസ്റ്റ്യൻ തരുന്നു. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് ക്വസ്റ്റ്യൻ തരുന്നു. ഓക്കെ, 5 ടൈംസ് ഐ ആണ് ഇതിന്റെ ഒരു ഏഗൻ വാല്യൂ. ദെൻ വാട്ട് ഈസ് ദ അതർ 2 ഏഗൻ വാല്യൂസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഏതൊക്കെയായിരിക്കും അതർ 2 ഏഗൻ വാല്യൂസ്? കേട്ടില്ല. 0 ആൻഡ് 1. Sorry, I. കേട്ടില്ല. എന്തുകൊണ്ടാണ് 1 എടുത്തത്? 0 and I. 0 ആൻഡ് ജസ്റ്റ് ഐ ആണ്. ഇവിടെ ഞാൻ 5 ടൈംസ് ഐ എന്നാണ് തന്നത്. മൈനസ് മൈനസ് 5i. അതെ, മൈനസ് 5i ആണ്. ഇതിന്റെ റീസൺ ഞാൻ പറയാം. ഒരു മെട്രിക്സിന് ഒരു ഏഗൻ വാല്യൂ എ ഐ ആണെങ്കിൽ അതിന്റെ മറ്റൊരു ഏഗൻ വാല്യൂ എന്തായിരിക്കും? മൈനസ് എ ആയിരിക്കും. അതിന്റെ റീസൺ ഒരിക്കലും ഒരു ഇക്വേഷന്റെ റൂട്ട്സ് ഒരു ഇമാജിനറി ആണെങ്കിൽ അത് സിംഗിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യത്തില്ല. കാരണം നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2 ടൈംസ് എ ആണ്. ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആണെങ്കിലാണ് ഇവിടെ എന്ത് വരുന്നത്? കോംപ്ലക്സ് നമ്പർ വരുന്നത്. ആ കോംപ്ലക്സ് നമ്പർ എന്തായിരിക്കും? ഒരെണ്ണം എ പ്ലസ് ഐ ബി ഫോർമാറ്റിലും ആയിരിക്കും, ഒരെണ്ണം എന്തുമായിരിക്കും? എ മൈനസ് ഐ ബി ഫോർമാറ്റിലും ആയിരിക്കും. ദെർഫോർ ഒരു ഇക്വേഷനിൽ ഒരു റൂട്ട് എ പ്ലസ് ഐ ബി ഫോർമാറ്റിലാണെങ്കിൽ ആ ഇക്വേഷന് വീണ്ടും ഒരു റൂട്ട് വരും. അത് ഏത് ഫോർമാറ്റിലായിരിക്കും? എ മൈനസ് ഐ ബി ഫോർമാറ്റിലായിരിക്കും. എ പ്ലസ് ഐ ബിയും എ മൈനസ് ഐ ബിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എ പ്ലസ് ഐ ബിയുടെ കോൺജുഗേറ്റ് ആണ് എ മൈനസ് ഐ ബി. ഓക്കെ, എന്നിട്ട് ഇവിടെ എ 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് കിട്ടും. ദെർഫോർ 5i ആണ് ഒരു ഏഗൻ വാല്യൂ എങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാത്രം റിവേഴ്സ് ചെയ്താൽ മതി. ഇപ്പൊ മൈനസ് 5i ആണ് ഒരു നമ്പർ എങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? പ്ലസ് 5i ആയിരിക്കും. ഓക്കെ, അന്നേരം ഇവിടെ ഒരു ഏഗൻ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? 5 ടൈംസ് ഐ ആണ്. ദെർഫോർ രണ്ടാമത്തെ ഏഗൻ വാല്യൂ എന്തായിരിക്കും? അതിന്റെ കോൺജുഗേറ്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഒരു ഏഗൻ വാല്യൂ എല്ലായ്പ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓൾവേസ് അതൊരു സ്പെഷ്യൽ കണ്ടീഷൻ ഉണ്ട്. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് വിത്ത് ഓഡ് ഓർഡർ ആണെങ്കിൽ, ഓഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3/3, 5/5, 7/7, 9/9 അങ്ങനെ ഓഡ് ഓർഡർ മെട്രിക്സ് ആണെങ്കിൽ
അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഒരു eigen വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതിന്റെ റീസൺ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് ഓൾവേസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത്? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഓർഡർ ഓഡ് ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക് ഓഫ് ഓർഡർ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. നമുക്കറിയാം ഡിറ്റർമിനന്റ് ഈക്വൽ ടു എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ eigen വാല്യൂസ് ആണ്. ദെർഫോർ പ്രോഡക്റ്റ് ഓഫ് കുറച്ച് നമ്പേഴ്സ് 0 ആകണമെങ്കിൽ അതിലെ ഒരു നമ്പർ എന്തായാലും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഒരു നമ്പർ 0 ആയിരിക്കണം. ദെർഫോർ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൽ എന്തായാലും ഒരു eigen വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ബാക്കി eigen വാല്യൂസ് പ്യുവർ ഇമാജിനറി ആകാം, അല്ലെങ്കിൽ ചില കേസിൽ എന്താകാം? 0 ആകാം. ഓക്കെ, മോസ്റ്റ് കേസിൽ ഇപ്പൊ ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ അതിൽ രണ്ട് eigen വാല്യൂസ് എന്തായിരിക്കും? രണ്ട് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കും. ആ കോംപ്ലക്സ് കോൺജുഗേറ്റ് കഴിഞ്ഞാല് പിന്നെ കോൺജുഗേറ്റ് വരാൻ ഒറ്റ eigen വാല്യൂസേ ഉള്ളൂ. 4 റൂട്ട്സ് അല്ലെങ്കിൽ 4x4 മെട്രിക്സ് ആയിരുന്നെങ്കിൽ രണ്ട് eigen വാല്യൂസ് രണ്ടും പരസ്പരം കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ട് വരായിരുന്നു. പക്ഷെ 3x3 ആയതുകൊണ്ട് വീണ്ടും കോംപ്ലക്സ് ക്വാണ്ടിറ്റി വരാൻ പറ്റത്തില്ല. ദെർഫോർ രണ്ട് ക്വാണ്ടിറ്റി കോംപ്ലക്സും ആയിരിക്കും, കോംപ്ലക്സ് കോൺജുഗേറ്റും ആയിരിക്കും. മൂന്നാമത്തെ eigen വാല്യൂ എന്തുമായിരിക്കും? 0 ആയിരിക്കും. ഇപ്പൊ ഒരു 5x5 മെട്രിക്സ് ആണെങ്കിൽ 5x5 മെട്രിക്സിൽ 4 eigen വാല്യൂസ് എന്തായിരിക്കും? കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആയിരിക്കും. 4 എണ്ണം ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. 2 എണ്ണം എന്തായിരിക്കും? പരസ്പരം കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആയിരിക്കും. അടുത്ത 2 എണ്ണവും പരസ്പരം കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആയിരിക്കും. ലാസ്റ്റ് വാല്യൂ എന്തായിരിക്കും? ലാസ്റ്റ് വാല്യൂ 0 ആയിരിക്കും. ദെർഫോർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. പ്രോഡക്റ്റ് ഓഫ് ദ eigen വാല്യൂ ആക്ച്വലി എന്താണ്? ഡിറ്റർമിനന്റ് ആണ്. ദെർഫോർ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അല്ലെങ്കിൽ തന്നെ എല്ലാ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓഡ് ആണെങ്കിൽ ഓൾവേസ് ഡിറ്റർമിനന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ആ മെട്രിക്സ് എന്തായിരിക്കും? നോൺ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയിരിക്കും. ആ മെട്രിക്സിന് ഒരിക്കലും എന്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ല? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഡിറ്റർമിനന്റ് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആകുന്ന മെട്രിക്സിന് മാത്രമാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സർ, ഇതിപ്പോ 2x2 മെട്രിക്സ് ആണെങ്കിൽ ഒന്ന് 5y ആണെങ്കിൽ മറ്റേത് -5y ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ലേ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഒരു 2x2 മെട്രിക്സിന്റെ എന്താണ് രണ്ട് eigen വാല്യൂസ് തന്നാൽ അതിന്റെ ഒരു eigen വാല്യൂ തന്നാൽ അതിന്റെ ജസ്റ്റ് എന്താണ് കോൺജുഗേറ്റ് ആയിരിക്കും അടുത്ത eigen വാല്യൂ. അതുപോലെ സ്ക്യൂ സിമെട്രിക്കിന്റെ ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കില്ലേ? അതെ, ഓൾവേസ് സ്ക്യൂ സിമെട്രിക് 0 മെട്രിക്സ്. അല്ലേ? അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റില്ലേ? അതെ, പ്രോഡക്റ്റ് ഓഫ് എന്താണ് എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് 0 ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രേസ് 0 ആയിരിക്കും. അതെ, ട്രേസ് 0 ആയതുകൊണ്ട് നമുക്ക് എന്താണ് നമുക്ക് റൂട്ട്സ് ഏതാണോ വരുന്നത് ആ റൂട്ട്സിന്റെ എല്ലാം സം എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അന്നേരം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. സ്ക്യൂ സിമെട്രിക് മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ എന്താണ് ഓഡ് ഓർഡർ ആണെങ്കിൽ ഒരു eigen വാല്യൂ എന്തായാലും എന്തായിരിക്കും? 0 ആയിരിക്കും. ബാക്കി eigen വാല്യൂസ് എന്തായിരിക്കും? കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കും. ഈവൻ പവർ ആണ് ഓർഡർ എങ്കിൽ എല്ലാ eigen വാല്യൂസും കറസ്പോണ്ടിങ് കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആയിട്ടായിരിക്കും വരുന്നത്. കോൺജുഗേറ്റ് ഫോർമാറ്റിലായിരിക്കും വരുന്നത്. ഇനി പറഞ്ഞത് എന്താണ്? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ ആണെങ്കിൽ ഒരിക്കലും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഒരു eigen വാല്യൂ തന്നിട്ട് ബാക്കി eigen വാല്യൂസ് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ കോൺജുഗേറ്റ് ആയിരിക്കും അടുത്ത eigen വാല്യൂ. ഓഡ് ഓർഡർ ആണെങ്കിൽ ലാസ്റ്റ് eigen വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സാർ, ഒരു ഡൗട്ട്. ചോദിച്ചോളൂ. അപ്പോ ഇപ്പൊ തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യനില് അത് ഐദർ 0 ഓർ ഇമാജിനറി, പ്യൂർ ഇമാജിനറി എന്ന് പറയുമ്പോൾ അതൊരു ഓഡ് ഓർഡറിന്റെ അല്ലേ സ്പെസിഫൈ ചെയ്തേക്കുന്നത്? ഓക്കെ, ഈ ക്വസ്റ്റ്യനില് ഓക്കെ എയ്തർന്നായതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് പ്യുവർ ഇമാജിനറി എന്നും പറയാം, ഓർ എന്ന് പറയാം. ഓർ എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം രണ്ടിനും സാറ്റിസ്ഫൈ. ഓഡ് ഓർഡർ ആണെങ്കിലും ഈവൻ ഓർഡർ ആണെങ്കിലും സാറ്റിസ്ഫൈ. ഓക്കെ, ഇതില് ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് കരുതുന്നു.
ഇത്രയും കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. സെയിം സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഓൾവേസ് എന്തായിരിക്കും, അതിന്റെ കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂസ് റിയൽ നമ്പർ ആയിരിക്കും, കോംപ്ലക്സ് വരത്തില്ല. സിമെട്രിക് മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് ഓൾവേസ് എന്തായിരിക്കും, റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, ഒരു കാര്യം കൂടെ ഇവിടുന്ന് പറയാനുള്ളത്, ഓക്കെ, എ ട്രാൻസ്പോസിന്റെ ഇപ്പൊ ഈ രണ്ടിടത്തും ഡിറ്റർമിനന്റ് എടുത്താൽ നമുക്ക് പറയാം ഇത് എന്തുകൊണ്ടാണ് ഓഡ് ഓർഡറിൽ 0 ആയത്. ആ കാര്യം ഒന്നുകൂടെ പറയാം. എ ട്രാൻസ്പോസിന്റെയും എയുടെയും ഡിറ്റർമിനന്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ഈ ഇക്വേഷന്റെ റൈറ്റിലും ലെഫ്റ്റിലും ഞാൻ എന്ത് ഫൈൻഡ് ചെയ്യുന്നു, ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യുന്നു. therefore ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു എന്തായിട്ട് മാറും, ഡിറ്റർമിനന്റ് ഓഫ് മൈനസ് എ ആയിട്ട് മാറും. ഇതിൽ ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. ഓക്കെ, ഈ -1 ഇൻറ്റു എ ആണ് ആക്ച്വലി എന്ത്, -n. ഈ -1നെ ഞാൻ ആ ഡിറ്റർമിനന്റ് പുറത്ത് കൊണ്ടുവന്നാൽ എന്തായിട്ട് മാറും, അകത്ത് എടുക്കുന്ന -1നെ ഡിറ്റർമിനന്റിന്റെ പുറത്ത് കൊണ്ടുവന്നാൽ എന്തായിട്ട് മാറും, -1/n. അതെ, -1/n ആയിട്ട് മാറും. അതിന്റെ റീസൺ നമുക്കറിയാം. ഡിറ്റർമിനന്റ് ഓഫ് കെ എയില് കെ പുറത്ത് കൊണ്ടുവന്നാൽ എ ഒരു n/n മെട്രിക്സ് ആണെങ്കിൽ അത് എന്തായിട്ട് മാറും, k⁻n ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ട് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മൈനസ് എ എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ് ആണെങ്കിൽ ആ മൈനസ് പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും, -1/n ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇതിന് ഞാൻ ലെഫ്റ്റിൽ കൊണ്ടുവന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഡിറ്റർമിനന്റ് ഓഫ് എ മൾട്ടിപ്ലൈഡ് വിത്ത് 1 മൈനസ് -1/n എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ n ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ, ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. n ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്കറിയാം -1/n എന്ന് പറയുന്നത് എന്തായിരിക്കും, -1. അതെ, -1/n എന്ന് പറയുന്നത് ഒരു എന്തായിരിക്കും, ഒരു പോസിറ്റീവ് 1 ആയിരിക്കും. therefore 1 + 1 എന്തായിട്ട് മാറും, 2 ആയിട്ട് മാറും. therefore നമുക്ക് എന്ത് കിട്ടും, 2 ടൈംസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 കിട്ടും. 2 ഒരിക്കലും 0 ആകത്തില്ല. therefore ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. എന്നാൽ ഇത് ഓർത്തിരിക്കുക. ഇതുകൊണ്ടാണ് എന്ത് വന്നത്, ഒരു ഓഡ് ഓർഡർ മെട്രിക്സിൽ അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഓൾവേസ് അതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഓക്കെ, ഇത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സ്റ്റേറ്റ്മെന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഡ് ഓർഡർ ആണെങ്കിൽ ഓൾവേസ് ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സർ, ചോദിച്ചോളൂ. ഇപ്പൊ ഓഡ് ഓർഡറിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞുള്ളൂ, ഈവൺ ഓർഡറിന്റെ എങ്ങനെയാണ് അപ്പൊ? ഓക്കെ, ഈ സെയിം കേസിൽ രണ്ടിടത്തും എന്താണ് ഒരു ഈവൻ ആണെങ്കിൽ രണ്ടിടത്തും ഡിറ്റർമിനന്റ് എന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടുന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് ഒരു സ്ക്യൂ ഓഡ് ഓർഡർ മെട്രിക്സ് ആണെങ്കിൽ ഓൾവേസ് എന്തായിരിക്കും, 0 ആയിരിക്കും. തിരിച്ച് ഈവൻ ഓർഡർ ആണെങ്കിൽ ബേസ്ഡ് ഓൺ ദ എലമെന്റ്സ് എയ്തർ 0 ആയിരിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കാം, നോൺ 0 ആയിരിക്കാം. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഓൾവേസ് 0 ആണ് അല്ലെങ്കിൽ ഓൾവേസ് എന്താണത്, നോൺ 0 ആണത്. കാരണം എക്സാമ്പിൾ ഒരു നൾ മെട്രിക്സ് എടുക്കുന്നു, 0 0 0 0 എന്ന് പറയുന്ന ഒരു നൾ മെട്രിക്സ് എടുക്കുന്നു. നൾ മെട്രിക്സ് ഓൾവേസ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. നൾ മെട്രിക്സ് ഓൾവേസ് സിമെട്രിക്കും ആണ്, സ്ക്യൂ സിമെട്രിക്കും ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താണ്, ഡിറ്റർമിനന്റ് 0 ആണ്. അന്നേരം ഈവൻ ഓർഡർ ആണെങ്കിൽ 0 ആകാം, നോൺ 0 ആകാം, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻഡ്സ് ചെയ്യുന്നത് എലമെന്റ്സ് ഇൻ ദ മെട്രിക്സ് ആണ്. പക്ഷെ ഓഡ് ഓർഡർ ആണെങ്കിൽ ഓൾവേസ് അതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം, 0 ആയിരിക്കണം ഫോർ എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, ഓക്കെ സർ. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.